ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്വാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത 11-ാമത്തെ അധ്യായം 44-ാമത്തെ ശ്ലോകം പ്രയോഗിക്കുന്നു. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയത്വം അഹമീശമീഡ്യം പ്രസാദയത്വം അഹമീശമീഡ്യം. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയത്വം അഹമീശമീഡ്യം. പിതേവ പുത്രസ്യ സഖേവ സഖ്യു പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയ പ്രിയാരഹസി ദേവസോടും പ്രിയ പ്രിയാരഹസി ദേവസോടും. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയത്വം അഹമീശമീഡ്യം. ഇദേവ പുത്രസ്യ സഖൈവ സഖ്യു പ്രിയ പ്രിയായ രഹസി ദേവസോടും. प्रिया प्रियाय रहसि देवस्वरूप
प्रणिताय कायं साधयित्वा महवीशं देवपुत्रस्य सखेव सख्यु प्रिया प्रिय साक्षी देवसौख्यं വളരെയും വൈകുന്നു. തസ്മാത് അതുകൊണ്ട് കായം ശരീരത്തെ പ്രണീതായ നിലത്ത് വീണ് പ്രണമിച്ചിട്ട് ഈഢ്യം പൂജാറാനായ ഈശ്വരനുമായ ത്വാം അങ്ങയെ അഹം ഞാൻ പ്രസാദിക്കാൻ അർപ്പിക്കുന്നു. ദേവ ഹേ ദേവ പിതാവ് പുത്രസ്യ ഇവ പുത്രൻ്റെ എന്ന പോലെ സഖാവ് സുഹൃത്ത് സഖ്യ ഏവ സുഹൃത്തിൻ്റെ എന്ന പോലെ പ്രിയൻ പ്രിയയ ഇവ പ്രിയയുടെ എന്ന പോലെ ത്വം അങ്ങ് മേ അപരാധം എൻ്റെ അപരാധം സോളും സഹിക്കുവാൻ ക്ഷമിക്കുവാൻ അർഹസി അർഹിക്കുന്നു. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകൻ്റെ ധിക്കാരത്തെ അച്ഛനെന്ന പോലെ സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ അവിവേകത്തെ എന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. ആന പറയുന്നത് അർജുനൻ. ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ എന്ത് പെരുമാറ്റമായിരിക്കും ക്ഷമിക്കേണ്ടി വരിക? ക്ഷമിക്കാനല്ലോ പറയുന്നത്. നല്ല പെരുമാറ്റമാണോ അത്? ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റം എന്ന പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരുമാറ്റം ശരിയല്ലാത്ത പെരുമാറ്റം നടത്തും, അതാണ് ക്ഷമിക്കാനല്ലേ പറയുന്നത്. അപ്പോൾ അതിവിടെ അണ്ടർസ്റ്റുഡാണ് ചെയ്യാൻ നോക്കുന്നത്. ഇനി സകല ജീവജാലങ്ങൾക്കും ആരാധനായ ഭഗവാനെ അങ്ങേ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകൻ രതിക്കാർക്ക് അച്ഛൻ എന്ന പോലെ സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ അവിവേകത്തെ എന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന, അതായത് ചെയ്തിരിക്കാവുന്ന എന്ന് പറയുന്നു. ചെയ്തു എന്ന് ഷുവറായിട്ട് പറയുന്നില്ല, കാരണം അദ്ദേഹം ഒരു അപരാധി ആയിട്ട് ചെയ്തതല്ല അത്.
എന്താ അപരാധം ആദ്യം ചെയ്തത്? കൃഷ്ണൻ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടോ? അതിന് ഞാൻ എൻ്റെ സ്നേഹിതനെ പോലെ കരുതുന്നതാണ്. ഒറിജിനലി ഫ്രണ്ടാണെന്ന് വിചാരിച്ചത്. വിശ്വരൂപം കണ്ടപ്പോഴാണ് പേടിച്ചു പോയത്. ഒന്നിച്ച് ബെഡിൽ കിടക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും എൻ്റെ കൃഷ്ണ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. എന്നോട് ശ്രമിക്കുന്നത് ഇപ്പം എങ്ങനെയൊക്കെയാണ് നമസ്കരിക്കുന്നത്, എല്ലാ ഭാഗത്തും സാഷ്ടാംഗം നമസ്കരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഭഗവാന്റെ രൂപം കണ്ടിട്ട് ഭഗവാന്റെ രൂപം കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, ഓയോ ഇത് നമുക്ക് മിസ്റ്റേക്ക് പറ്റി. എൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ല. അത്രയ്ക്ക് ആൾക്കാരുടെ ഫ്രണ്ടാണ് കൃഷ്ണൻ. സർവ ജീവിതാളുടെയും ഫ്രണ്ടാണ് കൃഷ്ണൻ. ആരുടെങ്കിലും ഒരു ആളുടെ മാത്രം ഫ്രണ്ടാണോ? ആണോ? എല്ലാവരും അല്ലേ? കൃഷ്ണൻ പറയുന്നില്ലേ സമൂഹം സർവോപദേശം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരെയും ഫ്രണ്ടാണ് അല്ലേ? എല്ലാവരും ഫ്രണ്ടാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും അച്ഛനാണ്, എല്ലാവരുടെയും മകനാണ്. മകനാണോ? അല്ല, മകൻ എന്നത് മകനായിട്ട് കാണുന്ന ആൾക്കാരുടെ മകൻ, അല്ലെങ്കിൽ അല്ല. പിതാഹം ഞാൻ എല്ലാവരുടെയും അച്ഛനാണെന്ന് പറയുന്നു അല്ലേ? പിതാഹമസ് ജഗതോ എൻ്റെ ഒരു യൂണിവേഴ്സിൻ്റെ ലൊക്കേഷൻ. അതുപോലെ മാതാപിതാ പിതാമഹ, അമ്മയും ഞാൻ തന്നെ അല്ലേ? പിതാമഹനും ഞാൻ തന്നെ എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഭഗവാന് എല്ലാവരോടും ഒരേ രീതിയിൽ സ്നേഹമുണ്ട്. മനസ്സിലായില്ലേ? സോഷ്യലിസം ശരി ഭഗവാൻ കാണിക്കുന്നത്. ഭഗവാൻ നമ്പർ 1 സോഷ്യലിസ്റ്റ്, ഏറ്റവും വലിയ സോഷ്യലിസ്റ്റാണ് കൃഷ്ണൻ. ഈശാവാസം എല്ലാം ഭഗവാന്റെയാണ്. എന്നിട്ടും എന്ത് ചെയ്തിരിക്കുന്നു ഭഗവാൻ? എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അല്ലേ? നമ്മളെന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നമ്മളൊക്കെ എന്തെങ്കിലും അനുഭവിക്കുന്നില്ലേ? ഉണ്ടോ? നമ്മളെന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഇവിടെ? എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇല്ലേ? അയ്യോ വെള്ളം അല്ലേ? എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാനിൽ തന്നെ ഈ ഭഗവത്ഗീത നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഭഗവാൻ എല്ലാമാണ് ഇവർ പറയുന്നത്. പിതാവും മാത്രമല്ല, അമ്മയും അച്ഛനും നിങ്ങളുടെ അതുപോലെ മുത്തച്ഛനും എല്ലാവരും ഞാൻ സമൂഹം സർവോപദേശം എല്ലാവരോടും ഞാൻ ഈക്വലാണ്. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ അല്പം ക്ലോസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ പറയുന്നത് കൃഷ്ണൻ. അപ്പം അങ്ങനെയുണ്ട്, എല്ലാവരോടും ഈക്വലാണ്, ഇല്ലാതില്ല. അപ്പം അങ്ങനെ നമ്മൾ സൂര്യൻ്റെ വെളിച്ചം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. കണ്ണ് കാണാത്ത ആൾക്കോ? അയാൾക്ക് സൂര്യൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? എന്താ സ്റ്റോപ്പ് ചെയ്യുന്നത്? സ്റ്റോപ്പാവുന്നത് അയാളുടെ കണ്ണിന് കഴിയില്ലെന്നായി. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ദയ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണ് ക്ലിയർ ആവുന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അറിയത്തില്ല. അല്ലെങ്കിൽ ഈ ഭഗവാൻ എല്ലാവർക്കും ഈക്വലാണ്, പക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? അത് നമുക്ക് ബുദ്ധി തരാത്തതുകൊണ്ടാണോ? കണ്ണ് തരാത്തതുകൊണ്ടാണോ? എല്ലാം ഉണ്ട്, പക്ഷെ ബുദ്ധി നമ്മൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അതാണ് കാര്യം. ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ നമ്മൾ ഒരു TV സെറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കിട്ടുന്നത്? എയറിനൊക്കെ ശരിക്ക് പിക്ചറുണ്ട്, സൗണ്ട് ഉണ്ട്. റേഡിയോ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കിട്ടുന്നില്ല. എവിടെ കിട്ടുന്നത്? എങ്ങനെ കിട്ടുന്നത്? കിട്ടുന്നില്ലേ? ഇവിടെയൊക്കെ ശബ്ദമില്ലേ? ഇവിടെ ശബ്ദമുണ്ടോ? ഉണ്ടോ? റേഡിയോ ശബ്ദങ്ങളും കൂടെ ഉണ്ടോ? ഇല്ലേ? പിക്ചറും കൂടെ ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മൾ റിസീവറായിട്ടില്ല എന്നർത്ഥം. ഒരു റിസീവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ തന്നെയിലാണ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ റിസീവർ ആവുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണ അവിടെ കാണാൻ പറ്റും. കൃഷ്ണ ഫ്രണ്ടായിട്ട് കൃഷ്ണൻ എൻ്റെ ഫ്രണ്ടാണെന്നുള്ളത് കാണാൻ കഴിയും. എങ്ങനെയാണ് റിസീവർ ആവുക കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്? കൃഷ്ണനെ കാണാൻ റിസീവർ ആവണമെങ്കിൽ എന്താ കൃഷ്ണൻ പറയുന്നുണ്ട്? എന്ത് പറയുന്നില്ല? സ്വതന്ത്രൻ കീർത്തയന്തോമോ എന്ന് പറയുന്നത് കൃഷ്ണൻ. എല്ലായ്പ്പോഴും എന്നെ പറ്റി
കീർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും എൻ്റെ നാമം ജപിക്കൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇതാണ് റിസീവർ. അത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഇതിൽ പറയുന്നില്ല, ചന്ദ്രമോഹൻ പറഞ്ഞത് ദുർദേവം വിഹാദിനി അനുരാഗ. എൻ്റെ ദുർഭാഗ്യമാണ്, എനിക്ക് അതിനുള്ള അനുരാഗമില്ലാതെ പോയത്. എന്തിന്? ഭഗവാന്റെ നാമം ജപിക്കാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മളെന്താ പറയാറ്? സമയം കിട്ടുന്നില്ല. അത് ദുർദൈവം എന്ന് പറയാം. നിർഭാഗ്യം അതാണ്. റിസീവർ ആവാൻ നമുക്ക് സാധിക്കും, പക്ഷേ റിസീവർ തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നല്ല, പക്ഷെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അപ്പോൾ ഇവിടെ കൃഷ്ണനും ഭക്തന്മാരുമായുള്ള ബന്ധം പല വിധത്തിലാണ്. കൃഷ്ണൻ ഭക്തന്മാരായിട്ട് ബന്ധം പല വിധത്തിലാണ്. ഇല്ലേ? എല്ലാവരും ഒരുപോലെയാണോ? അർജുൻ്റെ പോലെയാണോ മറ്റുള്ള ആൾക്കാർ? അർജുൻ ഫ്രണ്ടാണ് അല്ലേ? പ്രഹ്ലാദാവിൻ്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടായിട്ടാണോ കൃഷ്ണ കാണുന്നത്? അല്ല. അതുപോലെ രാധാറാണി കാണുന്ന കൃഷ്ണ എങ്ങനെയാണ്? മാധുര്യസ്ഥലാണ് കാണുന്നത്. ഗോപികമാർ കാണുന്ന മാധുര്യസ്ഥലാണ്. കൃഷ്ണ കംസനും കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ടോ? ഏത് രസത്തിലാണ് കാണുന്നത്? ശത്രുവിന് കാണുന്നു. കൃഷ്ണനും ഭക്തന്മാരുമായുള്ള ബന്ധം പല വിധത്തിലാണ്. ചിലർ കൃഷ്ണനെ സ്വന്തം മകനെ പോലെയും മറ്റു ചിലർ ഭർത്താവിനെയോ സുഹൃത്തിനെയോ യജമാനന്മാരെ പോലെയും കാണുന്നുണ്ട്. പല ആൾക്കാരും കൃഷ്ണൻ മാസ്റ്ററാണെന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ സുഹൃത്തായിട്ട് എടുക്കുന്നു, ഭർത്താവിൻ്റെ പോലെ എടുക്കുന്നു, മാധുര്യസ്ഥൽ എടുക്കുന്നു. കൃഷ്ണനും അർജുനും സുഹൃത്തുക്കളാണ്. പിന്നെ ഒരച്ഛനോ ആത്മമിത്രമോ ഭർത്താവോ ക്ഷമിക്കുന്നത് പോലെ ഭഗവാന്റെ തെറ്റിനെ പൊറുക്കും. അതാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ്? തസ്മാത് പ്രണമ്യം, അതുകൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. തസ്മാത്, അതുകൊണ്ട്. എന്തുകൊണ്ട്? അതിന് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാം ഭഗവാനാണെന്ന് നിർത്തും. കൃഷ്ണനെല്ലാം. അപ്പം അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ പ്രണമിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ കൃഷ്ണൻ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് ഏതെല്ലാം തരത്തിലെ ആൾക്കാർ കൃഷ്ണനെ കണക്ട് ചെയ്തിട്ട് രക്ഷപ്പെടുന്നുണ്ടെന്നാണ്. കാമാദേഷ്യാത് ഭയാസ്നേഹാത് യഥാ ഭക്തേശ്വരമന ആവേശ തദമുക്ത ഭഗവസ് തദ്ഗതിം ഗത. കാമാത് ഋഷിമാരോട് പറയുന്നത് മാധുര്യസ്ഥൽ അതില്ലേ? കാമാത്, ആഗ്രഹങ്ങൾ, ലസ്റ്റി ഡിസൈർസ് എന്ന് പറയും. അങ്ങനെയുള്ള കാമാത്, അങ്ങനെയുള്ള ആൾക്കാർ കൃഷ്ണനെ ഗോപിമാരൊക്കെ എങ്ങനെയാണ് വരുന്നത്? കാമാത്. പക്ഷെ അവരെന്താണ്? ടോപ്പ് മോസ്റ്റ് ഡ്യൂട്ടീസാണ്. കാമാദേശ്യ ഭയാത്. ഭയം കൊണ്ട് പല ആൾക്കാർ കൃഷ്ണൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ദേഷ്യം കൊണ്ട് എപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. കാമദേശ്യ ഭയാത്, പേടിച്ചിട്ട്. പിന്നെ സ്നേഹം കൊണ്ട്. ഭക്തി കൊണ്ട്. എല്ലാവരും പലതരത്തിൽ കൃഷ്ണ ഓർക്കുന്നുണ്ട്. അപ്പം മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ ഓർക്കാവുന്നതാണ് മെയിൻ കാര്യം. റിസൾട്ട് പലതരത്തിലായിരിക്കും, പക്ഷെ അവർക്ക് ലിബറേഷൻ കിട്ടുന്നുണ്ട്, മുക്തി കിട്ടുന്നുണ്ട്. അതാണ് കാര്യം. കാമാദേശ ഭയ സ്നേഹ യഥാ ഭക്തീശ്വരമന, ഭക്തിയോട് കൂടിയിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ നെക്സ്റ്റ് വേഴ്സിൽ ശ്ലോകത്തിൽ എന്ന് പറയുന്നത് ഗോപിയ കാമാത്, ഗോപികമാരെ കാമം കൊണ്ടും. ഗോപിയ കാമാത് ഭയാത് കംസോ, ഭയം കൊണ്ട് കംസനും. ഇല്ലേ? കംസൻ്റെ യോഗ്യായിരുന്നോ? അല്ല. പക്ഷെ എപ്പോഴും കൃഷ്ണ ഓർത്തിരുന്നു. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാലും കൃഷ്ണ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷപ്പെടണമെന്നെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയാലും ശരി, കൃഷ്ണനോട് ദേഷ്യമാണെങ്കിൽ കൃഷ്ണ രൂപത്തിൽ കൃഷ്ണനെ ഓർക്കണം.
അങ്ങനെയാണ് കൃഷ്ണ ഇവിടെ കംസൻ കൃഷ്ണ രൂപത്തിൽ തന്നെയാണ് കൃഷ്ണ കണ്ടിരുന്നത്. മറ്റുള്ള ആൾക്കാർ ഇവിടുത്തെ ഈ മായാവാദികൾ കൃഷ്ണനെ കാണുന്ന പോലെയല്ല കണ്ടിരുന്നത്. മായാവാദികൾ രൂപമില്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഏറ്റവും വലിയ ഇതാണ് സെറ്റാ ചെയ്യുന്നത്. കൃഷ്ണ രൂപം ഓൾറെഡി ഉണ്ടാകുക, രൂപം ഇവർ ഇല്ലാതാക്കുക. അപ്പോൾ കംസൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ട് കൃഷ്ണനായിട്ട് തന്നെ ദേഷ്യത്തിൽ ഓർത്തു. അതാണ് ഗോപിക കാമ ദായാത് കംസോ ദേഷ്യ ചൈത്യാദയ നിർവാഹ. ദേഷ്യം കൊണ്ട് ചേതി രാജാക്കന്മാർ ശിശുപാലന്മാരെ പോലുള്ള ആൾക്കാർ അവരും കൃഷ്ണനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇങ്ങനെ ശിശുപാലനെ കൃഷ്ണൻ രാജയാഗത്തിൽ അവസാനിപ്പിക്കുന്നത് സുദർശന ചക്രം കൊണ്ടാണ് തട്ടുന്നത്. പക്ഷെ അപ്പോഴും എന്തുണ്ട്, ശിശുപാലൻ രക്ഷപ്പെട്ടു. കംസനെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്, വധിക്കുന്നു അല്ലേ? പക്ഷെ എന്തുണ്ടായി, രക്ഷപ്പെട്ടു. ഇവൻ പൂതനെ കൃഷ്ണൻ വധിക്കുന്നു, പൂതന രക്ഷപ്പെട്ടു. എന്താ കാര്യം, ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് വന്നത്. അതാണ് കാര്യം, മനസ്സിലായില്ല. അപ്പോൾ എങ്ങനെയും ദേഷ്യത്തിലായാലും ശരി കൃഷ്ണൻ അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ദേഷ്യത്തിലായാലും അല്ലെങ്കിലും കൃഷ്ണൻ ഓർക്കണം എന്നാണ്. ഗോപിയ കാമ വയ കംസോ ദേശീയ ചൈര്യാദ നിർഭ സംബന്ധാത ഋഷികളൊക്കെ എന്താ വിചാരിച്ച് വിഷ്ണു വംശത്തിലുള്ള ആൾക്കാർ കൃഷ്ണൻ എൻ്റെ ബന്ധുവാണെന്ന് ചോദിച്ചു. അതാണ് എപ്പോഴും അവർ കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്നു ഇല്ലേ, അവരുടെ വംശത്തിൽ വേണ്ട അവരുടെ ഒരു ബന്ധു അങ്ങനെ വിചാരിക്കുന്നു. സംബന്ധാ വിഷയ ബാക്കിനി ആരുണ്ട്, ഭക്ത്യാഭയം വിഭോ, ഭക്തി കൊണ്ട് സ്നേഹായൂയം, സ്നേഹം കൊണ്ട് നിങ്ങളും, അതായത് പാണ്ഡവാസ് യുധിഷ്ഠിരനോട് പറയുന്നത് ഗോപിയ കാമ ദ്വയ കംസോ ദേശീയ ചൈത്യാദ നിർവാഹ സംബന്ധാത വിഷയ സ്നേഹാദ്യൂയം, സ്നേഹം കൊണ്ട് നിങ്ങളും പാണ്ഡവന്മാരും, ഭക്ത്യാവരം ഭക്തി കൊണ്ട് നമ്മളും. അങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്. അപ്പോൾ ഭഗവാനെ കാണാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭഗവാന് ആയിട്ടുള്ള കണക്ഷന് വേണ്ടി എന്ത് ചെയ്യണം, ആദ്യം പറഞ്ഞു നാമജപം വേണമെന്ന് അല്ലേ. അപ്പം ആ നാമജപത്തിൽ അതിനെ പല തരത്തിലുള്ള പറയുന്നുണ്ട്. നാമജപത്തിൽ ഭാഗവതം പറയുന്നു, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ശരി, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ പരിഹസിച്ചിട്ട് പറഞ്ഞാലും ശരി, ഭഗവാനെ തന്നെ നാമം പറയണമെന്നർത്ഥം. അതാണ് കാര്യം. സ്തോമം ഹേളനമേവ വൈകുണ്ഠപ്രിയ വൈകുണ്ഠ നാമഗ്രഹണം അശേഷ അകഹരമിതു. വൈകുണ്ഠനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ അശേഷ അകഹരം. നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല എന്തുമാത്രം നമുക്ക് പാപം ചെയ്തിട്ടുണ്ട്. ആ പാപമൊക്കെ സഹിച്ചു പോകും പറയണം. ശ്രീമദ് ഭഗവാൻ പറയുന്നു, എന്ത് തന്നെയായാലും ശരി ഭഗവാനുള്ള ഇഷ്ടം കൊണ്ട് പറയും, അല്ലെങ്കിൽ പരിഹസിച്ചിട്ട് പോലും പരിഹസിച്ചിട്ട് പോലും കൃഷ്ണനെ പരിഹസിച്ചിട്ട് പോലും പറഞ്ഞാലും നോക്കും. സ്തോമം ഹേളനമേവ, നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് കുട്ടിപ്പാടി കളിച്ചിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഒരു അസൈൻമെൻ്റായിട്ടോ എനിക്ക് കൃഷ്ണ നാമം ജയിക്കണം, അതുപോലെ കൃഷ്ണ ഇഷ്ടമൊന്നുമില്ല, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു അസൈൻമെൻ്റായിട്ട് ഏതായാലും കുഴപ്പമില്ല, ഏത് തരത്തിലായാലും കുഴപ്പമില്ല. എന്ത് വേണം, ഭഗവാന്റെ നാമം ജപിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ വരുമ്പോൾ, അവരായിട്ടുള്ള സംഘത്തിൽ വരുമ്പോൾ കുറേ നമുക്ക് മാറ്റം വരും. മറ്റേ പരിഹസിച്ച് പറയുന്ന ആൾക്കാരായിരുന്നു. നോക്കൂ, ഹിപ്പികൾ ആദ്യം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയായിട്ട് വന്നു. അങ്ങനെ അപ്പം ഇസ്കോൺ ബുള്ളറ്റ് കഴിക്കാനായിട്ടും, അതുപോലെ എന്താ ഇസ്കോൺ ബുള്ളറ്റ്, ഗുലാബ് ജാം, പ്രോപ്പാൽ ഉണ്ടാക്കിയ ഗുലാബ് ജാം കഴിക്കാൻ വന്നപ്പോൾ പ്രോപ്പാലിൻ്റെ അസോസിയേഷൻ കൊണ്ട് എന്തായി, അവർ ആ ആചാര്യന്മാരായിട്ട് പറയും. അപ്പോൾ അതിന് ചാൻസ് ഉണ്ടാക്കണം എന്നർത്ഥം. അവർ വന്നതെങ്ങനെയാണ്, ആദ്യം ഭക്തിയോട് കൂടി അവർ പാടിയിരുന്നത് സംവാദം തമ്മിൽ പാടിയിരുന്നത് പറ്റിയില്ല ആണോ, ഒരിക്കലില്ല അല്ല. പക്ഷേ എങ്ങനെയായിരുന്നത്,
ഭഗവാന്റെ നാമമായിരുന്നു അർത്ഥം. അതൊക്കെ ഭഗവാന്റെ നാമമായിരുന്നു, അതേ തരത്തിലായാലും കുഴപ്പമില്ല. പക്ഷെ പിന്നീട് നമ്മൾ കുറേ കൂടി അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ പറയുന്നത് ഇല്ല, നാമം ജപിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള നാമം ജപിക്കണം, മറ്റുള്ള അപരാധങ്ങൾ മാറ്റണം എന്നൊക്കെ പറയും. പക്ഷെ വരാൻ നിങ്ങൾ അപരാധം മാറ്റിയിട്ട് വരാൻ പറ്റില്ല. കാരണം എല്ലാവരും കൂടെ ഉള്ള ആൾക്കാർ മുഴുവൻ അപരാധികളാണ്. ഇവിടെ ഈ മറ്റ് ഭൗതിക ലോകത്തിലുള്ള ആൾക്കാർ മുഴുവൻ ആരാണ്? അപരാധികളാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ അല്ലേ? ജയിലിൽ പോയി കഴിഞ്ഞാൽ നല്ല ആൾക്കാരവിടെ കാണാൻ പറ്റും. ജയിലിൽ എടുക്കുന്നത് എല്ലാം ക്രിമിനൽസാണ്, എല്ലാം തെറ്റി ആൾക്കാരാണ്. ഈ മെറ്റീരിയൽ വേൾഡ് എന്താണ്? ജയിലാണത് ഇല്ലേ? അപരാധം ചെയ്തുകൊണ്ട് നമ്മുടെ വന്നു. എന്നിട്ട് അപരാധങ്ങളെ ജപിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല. കാരണം ഓൾറെഡി നമ്മൾ തന്നെ ശരീരത്തിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ്. മനസ്സിലായില്ല, നമുക്കൊന്നും നല്ല മനസ്സിലാവില്ല. അങ്ങനെയാണ്. അപ്പോൾ എന്താവും, ഏത് തരത്തിലെങ്കിലും ജപിക്കാൻ അതാണ് പറയുന്നത്. ഏത് തരത്തിലായാലും ജപിക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ വരുന്നു പല ആൾക്കാരും ആ തരത്തിലായാലും കുഴപ്പമില്ല. പക്ഷേ ജപിക്കുമ്പോൾ അസോസിയേഷൻ നല്ല ആൾക്കാരായിട്ട് കിട്ടുമ്പോൾ ജപം ശരിയായിട്ട് വരും. പലർക്ക് കൃഷ്ണൻ കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. ആരാണ് കൃഷ്ണൻ എന്നല്ല, അതായത് കൃഷ്ണനാണ് നമ്മുടെ എല്ലാം എന്നുള്ളതാണ്. മത് പ്രാണനാഥസ്തു സ ഏവ ന അപര. എൻ്റെ പ്രാണനാഥൻ വേറെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കപ്പോഴും അതാണ് ന അപര. അപരല്ല, വേറെ ആളല്ല എൻ്റെ പ്രാണനാഥൻ. ആരാണ്? കൃഷ്ണൻ. അസോസിയേഷൻ കൂടെ മനസ്സിലാവും. അപ്പോൾ ഈ അസോസിയേഷൻ സത്സംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ വാല്യൂബിളാണ്. ഈവൻ മോക്ഷം കിട്ടുന്നതിനേക്കാൾ ഉപരിയാണ് ഒരു ഭക്തനായിട്ടുള്ള അസോസിയേഷൻ കിട്ടുന്നതെന്ന് പറയുന്നത്. വളരെ പറയുന്നത് ദുർലഭ മനുഷ്യോ ദേഹം, മനുഷ്യന്മാരുടെ ദേഹം കിട്ടുന്നതൊക്കെ വളരെ റെയറാണ്. പക്ഷേ അത് അർത്ഥമാക്കണം, അർത്ഥമാക്കണം. എങ്ങനെ അർത്ഥം ഉണ്ടാക്കുന്നത്? സത്സംഗിൽ വരണം. അപ്പോഴേ അർത്ഥം വരുള്ളൂ. അല്ലെങ്കിൽ അർത്ഥം എന്താവും? അനർത്ഥാവും എന്നർത്ഥം. അതായത് ഹരേരഭക്തസ്യ ഇതിൽ പറയുന്ന ഭാഗം ഹരേ ഹരിയുടെ അഭക്ത, ഭക്തന്മാരല്ലാത്ത ആൾക്കാർക്ക് കുതോ മഹത് ഗുണ, എന്താവർക്കും മഹത്തായ ഗുണങ്ങളൊന്നുമില്ല. ഹരിഭക്തന്മാരല്ലാത്തവർ, കൃഷ്ണഭക്തന്മാരല്ലാത്ത ആൾക്കാർക്ക് ഒരു മഹത്തായ ഗുണം ഇല്ല എന്ന് പറയുന്നു. അതേസമയത്ത് കൃഷ്ണഭക്തന്മാരാകുമ്പോൾ യസ്യാസ്യ ഭക്തി ഭഗവത് അകിഞ്ചനമായിട്ട് യസ്യാസി ആരുടെയാണോ ഭക്തി ഉള്ളത് സർവേ ഗുണ, ആ ഭഗവാനോട് നമുക്ക് ഭക്തി വരുമ്പോൾ സർവേ ഗുണേ തത്ര സമാസകേ സുര, എല്ലാ ദേവന്മാർക്കുള്ള ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണം ആ ഭക്തനിലുണ്ടാവും. യസ്യ ഭക്തി ഭഗത് ഭക്തി വരുമ്പോൾ, ഭഗവാനോട് ഭക്തി വരുന്ന സമയത്ത് അവർക്ക് എന്താവുന്നു? എല്ലാ ഗുണങ്ങളും സർവേ ഗുണേ തത്ര സമാസകേ സുര. സുരന്മാരെ ദേവന്മാരുടെ എല്ലാ ഗുണങ്ങളും അവർക്കുണ്ടാവും. എന്നിട്ട് അതിൽ ചോദിക്കുകയാണ് ഹരേരഭക്തസ്യ കുതോ മഹാൻ ഗുണം. ഹരേർ അഭക്ത, കൃഷ്ണൻ്റെ അഭക്തന്മാർക്ക് കുതോ എവിടെ ഏതാണ് മഹത്തായ ഗുണങ്ങൾ? അവർക്കൊന്നുമില്ല. ഇത് പറയുന്നത് വെച്ചാൽ മനോരഥേന, മനസ്സിലുള്ളതുണ്ടല്ലോ, മനസ്സുകൊണ്ടാണ് അവർ ഓടുന്നത്. അവരുടെ മനസ്സ് അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഭക്തിയില്ലാത്ത ആൾക്കാരുടെ മനസ്സ് ബാഹിർ ദാവതോ പതി, പുറത്ത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാതെ പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫീൽഡിൽ ഇരുന്ന് ഓടിക്കൊണ്ടിരിക്കും. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് എന്താവും? ഒറ്റ പോയിന്റുകൾ അവരുടെ ഒരു പോയിന്റ് അവർക്കറിയാം. അത് എന്താണ് കൃഷ്ണഭക്തി ആണ്. കൃഷ്ണഭക്തിയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല പ്രയാസങ്ങളും കാണും. അല്ലേ? പ്രയാസം ഇല്ലാതിരിക്കില്ല. കൃഷ്ണഭക്തി ടോപ്പ് മോസ്റ്റ് ഭക്തിയിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രയാസങ്ങളായിരിക്കും അല്ലേ? ഇപ്പോൾ പ്രഹ്ലാദ് മഹാരാജിൻ്റെ കഥ നിങ്ങൾക്കറിയാം. ഭക്തപ്രഹ്ലാദ് എന്ന് പറയുന്നില്ല. പ്രഹ്ലാദ് മഹാരാജ് അദ്ദേഹത്തെ തരത്തിൽ സ്വന്തം അച്ഛൻ വരെ ശത്രുവായി കൊല്ലാൻ ശ്രമിച്ചു. എന്താ കാര്യം? എന്ത് തെറ്റാ അദ്ദേഹം ചെയ്ത്? കൃഷ്ണഭക്തനായി എന്നുള്ള തെറ്റാണ്. വേറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് എന്തായിരുന്നു?
അപ്പോൾ അത് നമുക്ക് കാണാം. കൃഷ്ണഭക്തിയിൽ കിടക്കുമ്പോൾ അത്ര ഈസി ആയിട്ടല്ല കിടക്കുന്നത് അർത്ഥം. എല്ലാവരും വിചാരിക്കും ഓ ഞാൻ നാമം ജപിക്കുന്നു എല്ലാം ചെയ്യുന്നു, എനിക്കിത് പിന്നെയും പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറയും. എനിക്ക് പിന്നെയും പ്രയാസം നാമം ജപിക്കുന്നതിൻ്റെ എല്ലാം പിന്നെ പ്രയാസം കളിക്കുന്നത് ഉണ്ടാവും. ഇത് പ്രയാസത്തിൻ്റെ സ്ഥലമാണത്. ഈ സ്ഥലം ദുഃഖാലയമ ശാശ്വതം, അതാണ് കാര്യം. ഇത് ദുഃഖാലയമ ശാശ്വതമാണ്. അത് ഇല്ലാതാവും എങ്ങനെയാണെങ്കിൽ എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മഭൂന ലോക പുരാവർത്തിയോ അർച്ചന, നിങ്ങൾക്ക് മുഴുവൻ ആ ബ്രഹ്മലോകം മുഴുവൻ. അപ്പോൾ പൊതുവെ കുറേ ഗ്രൂപ്പുകളുണ്ട്, അവർ മാക്സിമം ശ്രമിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ ടോപ്പാണ് ബ്രഹ്മ സത്യലോകം. കൃഷ്ണൻ പറയുന്നു ഇതിൽ ആ ബ്രഹ്മഭൂനാലോക പുരാരാവർത്തിനോ അർജുന, ബ്രഹ്മലോകം മുതലുള്ള എല്ലാ സ്ഥലത്തും മരിച്ചും ജീവിച്ചിരിക്കേണ്ടത്. പുനരാവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നുണ്ട്. മാമുത്തേക്ക് കൗന്തായ പുനർജന്മാന വിദ്യത അതിൻ്റെ കാര്യം. എനിക്ക് സറണ്ടറായി കഴിഞ്ഞാൽ, എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പുനർജന്മാന വിദ്യ, പുനർജന്മം കാണേണ്ടി വരില്ല എന്നുണ്ട്. എനിക്ക് ഇല്ലേ, മനസ്സിലായോ? നമ്മൾ ആരെങ്കിലും ശരണം പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പുനർജന്മം കിട്ടിയിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ശ്രമിക്കുന്നു, നമ്മുടെ ശ്രമം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഏത് സമയത്തും ഭഗവാനെ ഓർത്ത് കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ പല ആൾക്കാരും പല തരത്തിൽ പറയും. ഭഗവത്ഗീതയുടെ കളമ്പ് എസൻസ് എന്നൊക്കെ പറയുന്നത് പല ആൾക്കാരും ഇന്ത്യയിൽ കൊടുക്കുന്നതാണ്. ഈ എന്ത് കൊണ്ടുവന്നു, ഈ എന്ത് കൊണ്ടുപോകുന്നു, അതൊന്നല്ല എൻ്റെ എസൻസിനെ കുറിച്ച് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അന്ധകാലത്തെ മാനവസ്മരൺ മുക്തകളായ, അതാണ് എസൻസ്. അതിൻ്റെ അവസാന സമയത്ത് എന്നെ ഓർക്കണം ആണ് പറയുന്നത്. അതാണ് എസൻസ് ഗീതയുടെ. ഗീത പഠിപ്പിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് എസൻസ് അവിടെയാണ്. എല്ലാം അത് വെച്ച് പഠിപ്പിക്കുന്നതിൻ്റെ എല്ലാം ആൻസർ എന്താണ്? അവസാനം അന്ധകാലം എപ്പോഴാണ് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്? അവസാനിക്കുന്ന സമയത്തല്ലേ? ഇതിൻ്റെ കംപ്ലീറ്റ് അവസാനിക്കുന്ന സമയം അത് അല്ലേ? എല്ലാം അവസാനിക്കുന്ന സമയത്ത് അപ്പോഴാണ് ശരിക്കും സർട്ടിഫിക്കറ്റ് വരേണ്ടത്. അതിന് കൃഷ്ണൻ പറയുന്ന ഒറ്റ കാര്യമാണ്. എന്താണ്? അന്ധകാലത്തെ മാം ഏവ, എന്നെ മാത്രം, എൻ്റെ സ്വത്ത്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട് ഒന്നുമല്ല പറയുന്നതാണ്. എന്താണ്? എന്നെ മാത്രം ആണ്. അന്ധകാലത്തെ മാം ഏവ സ്മരൺ മുക്തകളയവരും, അത് ഓർത്തിട്ട് ബോഡി വിടുകയാണെങ്കിൽ, അതാ പറയുന്നത്. ശരീരം വിടുകയാണെങ്കിൽ, ശരീരം അപ്പം നമ്മുടെ അല്ല, നമ്മൾ വിട്ടുകളയുന്നതെന്ന് പറയുന്ന അർത്ഥം എന്താ? നമ്മുടെ അല്ല അത്, അതാണ് നമ്മുടെ അല്ല. പക്ഷെ നമ്മൾ പോകുന്നുണ്ട് ഇവിടുന്ന് പുറത്തേക്ക്, നമ്മൾ പുറത്ത് പോകുന്നു, നമ്മുടെ ശരീരം ഇവിടെ വിട്ടുപോകുന്നു. ആ സമയത്ത് ഓർക്കേണ്ടത് എന്താണ്? ഭഗവാൻ ഓർത്താൽ മതി. ആ ഓർക്കുന്നത് ഏത് തരത്തിലായാലും ഓർത്താലും കുഴപ്പമില്ല. പക്ഷേ ഭക്തന്മാർ നല്ല രീതിയിൽ ഭക്തനായിട്ട് തന്നെ ഞാൻ ഭഗവത് ഭക്തനാണെന്നോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഏതെങ്കിലും രൂപം, നമുക്ക് കൃഷ്ണ രൂപം എപ്പോഴും മനസ്സിൽ വെച്ച് നമ്മൾ ജപിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് വരും. അത് നമ്മൾ സർക്കസ് കാണിച്ചിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഭഗവാനെ ഒന്നും, മനസ്സിലായില്ല. കാരണം ആ സമയത്ത് സർക്കസ് വരില്ല. കാരണം അവിടെ എല്ലാ ഇന്ദ്രിയങ്ങളും അവസാനിക്കും. പ്രഭു കറക്റ്റായിട്ട് പറഞ്ഞത് ആ സമയത്ത് എല്ലാം അവസാനിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ എല്ലാം സ്റ്റോപ്പ് ആവല്ലേ, സ്റ്റെപ്പായിട്ട് നോക്കും. പല ആൾക്കാരും പറഞ്ഞ് നോക്കില്ലേ, കാല് തൊട്ട് വീട് പറയും, ഓ അതായി തുടങ്ങി, അതിന് സ്റ്റെപ്പായിട്ട് അതിന് വരുന്നുണ്ടെന്ന്. എൻ്റെ അർത്ഥം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആ സമയത്ത് നിങ്ങൾക്ക് ഉറക്കുന്നുണ്ടായിരിക്കില്ല. ഇവർ കാല് ഓടുന്നും കൈ ഓടുന്നും കരയുന്നൊന്നും ഈ കെടുക്കുന്ന ആളറിയുന്നില്ല. പിന്നെ അത് തന്നെ ഓർമ്മ വരും, എനിക്ക് ജപിക്കണം എന്ന്. അതിന് ഓർമ്മ വരും, എനിക്ക് ജപിക്കണം. കൃഷ്ണൻ്റെ മെഴ്സി കൊണ്ട് ആ സമയത്ത് കിട്ടണം നമുക്ക്. കൃഷ്ണൻ കാണുന്നുണ്ടിരുന്നിട്ട് പരമാത്മാവായിട്ട് നമ്മൾ ജീവിതം മുഴുവൻ ജപിക്കുന്നുണ്ട്. ജപിക്കട്ടെ എന്നുള്ളതാണ് ഭഗവാന്റെ ആ സമയത്ത് പെർമിഷൻ. ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അതാണ് നമ്മൾ നെക്സ്റ്റ് ശ്വാസം വരെ ഭഗവാൻ, നെക്സ്റ്റ് എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ പെർമിഷനാണ്. അപ്പോൾ ഭഗവാൻ തന്നെ വിചാരിക്കുകയാണ് ഓക്കെ ആ സമയത്തൊന്നും പുറത്തേക്ക് കാണില്ല, പക്ഷെ അകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ എസൻസ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യം മുതലേ എന്ത് ചെയ്യണം? നമ്മൾ എക്സർസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന് കഴിയാൻ നടത്തുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൻ്റെ നമ്മൾ പറയുന്നത്
ഇപ്പം ഏത് തരത്തിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ പറഞ്ഞത്, എന്തായാലും കുഴപ്പമില്ല, ഏത് തരത്തിലായാലും കുഴപ്പമില്ല, നിങ്ങൾ പ്രസാദം എന്ന് പറഞ്ഞുള്ളൂ. പ്രസാദം ഏത് തരത്തിലായാലും ശരി, എങ്ങനെയായാലും ശരി, എങ്ങനെ വേണം ഭഗവാൻ ഓർക്കുന്നുള്ള ഒരേ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ ഇവിടെ ഇതിൻ്റെ പർപ്പറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് കൃഷ്ണൻ ഭക്തന്മാരുള്ള പല വിധത്തിലാണ് ബന്ധങ്ങളെന്ന് പറയുന്നത്. ഭക്തന്മാരായിട്ട് മറ്റവരെ ഭക്തന്മാരല്ല, പക്ഷെ എന്നാലും അവർക്ക് ചാൻസ് കിട്ടുന്നു. എന്തുകൊണ്ട്? കൃഷ്ണ ഓർത്തുകൊണ്ട് മാത്രം ആണ്. കൃഷ്ണ ശത്രുവായിട്ട് ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഭയം കൊണ്ട് പേടിച്ചിട്ടാണ് കംസൻ ഓർത്തത്, എന്നാലും അവർ രക്ഷപ്പെട്ടു പറഞ്ഞു. അത് ശിശുപാലൻ ദേഷ്യം കൊണ്ടായിരുന്നു, എന്നാലും രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു? തൽക്കാലം ലിബറേഷൻ കിട്ടുന്നതാണ്, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർ അങ്ങനെയല്ല. ഭക്തന്മാരെന്ത് വരും? സാലോക്യം, സാമീപ്യം, സായുജ്യം, സാഷ്ടി, പലതരത്തിലുള്ള അർത്ഥമുണ്ട് ഇല്ലേ? സാമീപ്യം ഒന്നുകിൽ ഭഗവാന്റെ അത് ക്ലോസ് ആയിട്ട് സാമീപ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നു? സാലോക്യം കിട്ടുന്നു. ആ ലോകത്തിൽ നമുക്ക് അടക്കാനുള്ള ചാൻസ് കിട്ടുന്നു. അല്ലെങ്കിൽ ആ ആശയത്തോട് ജീവിക്കാനുള്ള ഫോമായിട്ട് നാരായണ ആ പൊസിഷനിലെ വൈകുണ്ഠങ്ങളിൽ ഏതെങ്കിലും വൈകുണ്ഠങ്ങളിൽ കൃഷ്ണന്റെ ഡ്യൂട്ടി ആയിട്ടുള്ള ഭക്തന്മാരാണെങ്കിൽ എന്ത് ചെയ്യുക? അവരെത്തും ഗോലകത്തിലെത്തുന്നു. കൃഷ്ണനെയും രാധനെയും കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരും കൃഷ്ണന്റെ കാര്യങ്ങളും അതും ജീവിക്കുന്ന ആൾക്കാർക്ക് എവിടെ പോകും? ഗോലകത്തിലേക്ക്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ചാൻസ് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ചാൻസ് കിട്ടുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് കൃഷ്ണനുള്ള പൊസിഷൻ എടുത്ത ആൾക്കാർ എവിടെ പോകുന്നു? കൃഷ്ണലോകത്തേക്ക് എത്താൻ കഴിയും. എല്ലാം കൃഷ്ണൻ ലോകമാണ്, പക്ഷേ കൃഷ്ണന്റെ സമീപം ഗോലോകത്തിൽ പോകാനുള്ള ചാൻസ് എങ്ങനെ കിട്ടുന്നു? ഇപ്പോഴും കൃഷ്ണ ഓർത്തിട്ട് കൃഷ്ണനെ ഭക്തിപൂർവ്വം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം സ്റ്റെപ്പ് പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആരും കൃഷ്ണനെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. എന്ത് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അർപ്പിക്കുമെന്ന് പറയുന്നില്ലേ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യും. എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അർപ്പിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ആദ്യം അർപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള എന്തും എനിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം ഭഗവാന് വേണം. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്, നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഭഗവാനെ ആദ്യം അർപ്പിച്ചെടുക്കുമ്പോൾ അതാണ് യോഷി ദദാസിയെ തത്കുരുക്ഷാത്മതർപ്പണം. ആ ചെയ്യുന്നതെല്ലാം നീ തപസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി അർപ്പിക്കും. മനസ്സിലായി? എന്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ദാനം കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്കായിട്ട് എന്നെ കണ്ടിട്ട് കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഭഗവാനെ പുറത്തിടെല്ലാം ചെയ്യുകയാണെങ്കിൽ എന്താവും? തത്കുരുക്ഷാമതർപ്പണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൃഷ്ണ കോൺസിൽ വന്നുകൊണ്ടിരിക്കും. അല്ല ഞാനാണ് കൊടുക്കുന്നതെന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഫിലോസഫി അല്പം നമ്മൾ അറിയണം. അതുപോലെ തന്നെ നാമജപം വേണം, നല്ല അസോസിയേഷൻ വേണം. അപ്പോൾ അസോസിയേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വൈകുണ്ഠപ്രിയ ദർശനം എന്ന് പറയുന്നത്. വൈകുണ്ഠപ്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് ഇഷ്ടപ്പെട്ട ആളെന്നത് വൈകുണ്ഠപ്രിയ ആളുടെ ദർശനം, വൈകുണ്ഠപ്രിയ ദർശനം. അത് ഭക്തന്മാരെയുള്ള അസോസിയേഷൻ അതാ പറയുന്നത്. അപ്പം അങ്ങനെ പ്രിയദർശനം കിട്ടുമ്പോൾ തദൈവ സദ്ഗതി വരുന്നു. തദൈവ അതുകൂടി സദ്ഗതി കിട്ടുന്നു. ഇപ്പം എന്താ ഗതിയാണ് നമ്മുടെ സാധാരണ അല്ലാത്ത ആൾക്കാരുടെ ഗതി എന്തായിരിക്കും? അത്ര ഗതി അല്ലേ? അവർക്കൊന്നും അറിയുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ ഭഗവത്ഗീത ഇല്ലാത്തതുകൊണ്ടാണോ അറിയാത്തത്? ആരാഞ്ഞിട്ടുണ്ട് ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല, വന്നു പറയുന്നത് ഇല്ലാത്തതുകൊണ്ടല്ല അറിയാം. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? മുഖം തിരിക്കുന്നു. വേണ്ട, ഞാനെടുത്തിട്ടുണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് ഭഗവാനാണ് എല്ലാം എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ നിദാനം ഭഗവാനാണെന്നുള്ളത്. അത് എനിക്ക് പോകാനുള്ള സ്ഥലം ഭഗവാനാണെന്നൊന്നും അറിയുന്നില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ദാവതയെ മതി പുറത്ത് കിടന്നിട്ട് ഓഫറിംഗ് ആയിട്ടില്ല. ദാവത്തെ പുറത്തിങ്ങനെ ഓടിക്കൊണ്ട് ഉള്ള ആ ബുദ്ധിയാണ് ശരിക്കും മനോരഥേന. നമ്മുടെ മനസ്സിൽ കാണുന്നതാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്. അല്ല കൃഷ്ണൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭക്തന്മാർ എന്താണ് സംസാരിക്കുന്നത് അതല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. നമ്മൾ മായയിൽ
പേടിയാണ്. എന്താ ഈ മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ മായ എന്ന് വെച്ചാൽ മറ്റേ എന്തോ സ്പെഷ്യൽ സാധനം. മായ എന്ന് വെച്ചാൽ ഒന്നുമല്ല, അതായത് എന്തോ ഒന്നും ഇല്ലാത്തത് അത് നമുക്കുള്ളതായിട്ട് തോന്നുന്നതാണ്. അതാണ് മായ. നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനം കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, അത് മായാണ്. ശരിയെ ഇതിൽ പറയുന്നില്ലേ, എവിടെയാണോ സൂര്യനുണ്ട് അവിടെ അന്ധകാരമല്ല ഉണ്ടോ? അതുപോലെ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ഇതുണ്ട്, മായില്ല എന്നൊക്കെ. ആരുടെ ഹൃദയത്തിലാണ് ഭഗവാനുള്ളത്? എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട് അല്ലേ? അത് കൃഷ്ണൻ പറയുന്നുണ്ട്, സർവസ്വ സന്നിവിഷ്ടം, എല്ലാവരുടെ ഹൃദയത്തിലും ഞാനിരിക്കുന്നുണ്ട്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയ ആൾക്കാർക്കാണ് എന്താവുന്നത്, ഭഗവാനകത്തുണ്ട്. അപ്പോൾ ആൾക്കറിയാം ഭഗവാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. നമുക്ക് ഡിവോഷൻ സർവീസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ വിത്തിനകത്തിൻ്റെ ഭഗവാൻ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സത്സംഗിൽ പോകുന്നുണ്ടെങ്കിലും ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. ഭഗവാനൊക്കെ ആ ഇഷ്ടം നമുക്ക് തോന്നും. അങ്ങനെയാണ് ഒരു ബുക്ക് വാങ്ങണ്ടെന്ന് തോന്നിക്കുമ്പോഴും വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ പത്തൊന്നും വേണ്ട, ആവശ്യമില്ല. അല്ല എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴേക്കും അതിനുള്ള സാധിക്കുന്നത് പറ്റില്ല. അതാണ് എനിക്ക്. അപ്പോൾ നമുക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ഒരു ചെറിയൊരു പെർസെൻറ്റ് നമ്മൾ ഭഗവാൻ അടുത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇത് പറയുന്നുണ്ട്, രണ്ട് തത്തകൾ ഇതിൻ്റെ അകത്തേക്ക് കളി പറയുന്നില്ല. രണ്ട് തത്തകൾക്ക് ഒന്ന് നമ്മളാണ്. സുവർണ്ണ ഏതോ രണ്ട് പക്ഷികൾ അതിൻ്റെ അകത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ ജീവാത്മാവാണ്, മറ്റൊന്ന് പരമാത്മാവാണ്. ഭഗവാൻ തന്നെ അകത്തിരിക്കുന്നു. പക്ഷേ സാധാരണ ആൾക്കാർക്ക് അറിയില്ല. ജീവാത്മാവ് എന്ത് ചെയ്യുന്നു, ഒരു മരത്തിൽ നിന്നിട്ട് അതിന് ഫ്രൂട്ടൊക്കെ കഴിക്കാൻ നോക്കുകയാണ്, മനസ്സിലായി. പക്ഷെ മറ്റാൾ കഴിക്കുന്നില്ല. മറ്റേ ജസ്റ്റ് നോക്കിയിരിക്കുന്നതാണ്, നോക്കിയിരിക്കുകയാണ് എന്താണ് കഴിക്കുന്നത്, എന്താണ് നോക്കുന്നത്. അത് നമുക്ക് വിത്തിന് എല്ലാവരുടെ അടുത്തും എല്ലാ ശരീരത്തിലും ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ജീവാത്മാവ് ഒന്നിന് പരമാത്മാവ് ഓൺ ദി സ്പോട്ടിലുണ്ട്. നമ്മൾ ബോഡി വിട്ടിട്ട് പോകുന്ന സമയത്തും അതിനുണ്ടാവുന്നത്. നമ്മൾ അടുത്ത ശരീരത്തിൽ കിടക്കുമ്പോൾ അവിടെയും വരും. നമ്മൾ പോത്തായിട്ടല്ലെങ്കിൽ പശുവായിട്ട് ജനിച്ചാലും ശരി, അതിലും കൃഷ്ണൻ വരും, അതിനകത്തും വരും. അപ്പോഴും ജീവാത്മാവ് ഉണ്ടാവും, പരമാത്മാവ് ഉണ്ടാവും. അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ പശുക്കുട്ടിക്ക് ആരും പഠിപ്പിച്ചിട്ടാണ് ഓടുന്നതും നടക്കുന്നതൊക്കെ. അത് നമുക്ക് കണ്ട അതിശയം തോന്നും. ഒരു മനുഷ്യൻ്റെ കുട്ടിയാണെങ്കിൽ അമ്മ കൈ പിടിച്ചിട്ട് വിരൽ പിടിച്ചിട്ട് പതുക്കെ നടത്തി കാല് വീഴും സ്റ്റെപ്പ്. ഇത് ആരെയും പിടിക്കുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള ബുദ്ധി കൊടുക്കുന്നത് അവിടെ ഭഗവാൻ ആരെ വേറെ ഏതെങ്കിലും ഡോക്ടർമാരാണോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റാണോ ബുദ്ധി കൊടുക്കുന്നത്? നമ്മളീ പറയുന്ന കാര്യം ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് പോലും അറിയാതെ. ഐൻസ്റ്റീൻ വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു എനർജിയുടെ കാര്യം പറയുന്നുണ്ട്. ഒരു എനർജി, ആ എനർജി ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് പറയുന്നത് എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്. അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്. അവിടെ ഇതിലുണ്ട്. പഠിച്ച ആൾക്കാർക്ക് അറിയാൻ ശരിക്കും. അതിൻ്റെ പ്രത്യേകിച്ച് സയൻസ് ലെവലിലേക്ക് പോയ ആൾക്കാർക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, എനർജി ഇല്ലാതാക്കാനും പറ്റില്ല, എനർജി ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ എനർജി എന്ന് വെച്ചാൽ എനർജി കറക്റ്റ്. അങ്ങനെ അതാണ് ആത്മാവ്. അതുകൊണ്ടാണ് കൂടെ പല സയൻറ്റിസ്റ്റുകൾക്കും ഇതിലേക്ക് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ അതാണ് ആത്മാവ്. ആത്മാവ് ഭഗവാൻ വളരെ കറക്റ്റായിട്ട് പോയത്. അക്ഷയദേഹം അതേഹയം, അത് കട്ട് ചെയ്യാൻ പറ്റില്ല, അതിന് ദഹിപ്പിക്കാൻ പറ്റില്ല, അതിന് മുക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അതാണ് നമ്മൾ ആത്മാവ്. പറയുന്നില്ലേ ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നില്ലേ? ഇത് തന്നെ സയൻറ്റിസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നു. അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ആത്മാവെന്നുള്ളത്. ഒരു എനർജി അവർക്ക് മനസ്സിലാവില്ല, എനർജി ഉണ്ട്. പക്ഷെ അതാണ് പ്രോപ്പർ പറയുന്നത്. അതായത് ഏത് എനർജി വരുന്നുണ്ടെങ്കിലും അതിനൊരു എനർജൈസർ ഉണ്ടാവും, വളരെ വില അല്ലേ? അല്ലെങ്കിൽ കൂടെ ഫാൻ തിരിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയൊക്കെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, തന്നെത്താൻ ഉണ്ടാവുന്നതായിരിക്കും. ഇലക്ട്രിസിറ്റി ആയിട്ട് വരുന്നുണ്ടല്ലോ, അത് പവർ ഹൗസിൽ നിന്ന് വരുന്നതാണ്. ആൾക്കാർക്ക് അറിയണം അത് ശരിക്കും. ഏതെങ്കിലും പവറിൻ്റെ ഹൗസിലാണെന്നല്ലേ വരുന്നത്. ഇവിടെ ഒരു എനർജി വരുന്നത് ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ് എനർജി. ഈ എനർജിയുടെ വരുന്നില്ല. അതുപോലെ തന്നെ വിത്തിൻ ബോഡിയിൽ എനർജി, സ്പെഷ്യൽ എനർജി ഉണ്ടെങ്കിൽ അത് എവിടെ തോന്നും? ആ വന്നതാണ്. അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ആളാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണൻ പറയുന്നുണ്ട് അഹം സർവസ്യ പ്രഭോ. അത് വളരെ കറക്റ്റായിട്ട് പറയുന്നത് കൃഷ്ണൻ. എല്ലാം എന്നിൽ നിന്നുണ്ടാകുന്നു. എന്തുണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലതും വരുന്നത് എവിടെ നിന്നാണ്? അത് പറയുന്നത് വളരെ കറക്റ്റായിട്ട്. അഹം സർവസ്യ പ്രഭോ മത്താ സർവം പ്രവർത്തനെ.
എല്ലാം എന്നിലാണ് പ്രവർത്തിക്കുന്നത്. മൊത്തം ഇടിമൊത്തോ പത്തിൻ്റെ ഭാവസംബന്ധിത പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പച്ചട്ടെ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ബുദ്ധിയിലൊക്കെ അവർ ശരിക്കും അറിയുന്ന ആൾക്കാരാണ്. അല്ലാതെ ആരാ എനർജി മാത്രം കണ്ടുപിടിച്ചിട്ട് അത് കണ്ടുപിടിച്ചാണ് ഞാനെന്ന് പറയും. അതിൻ്റെ എനർജിയുടെ കാര്യം മനസ്സിലാക്കിയ നമുക്ക് പറഞ്ഞ ആൾ ഞാൻ തന്നെയാണോ അതിൻ്റെ ആൾ? അങ്ങനെയാണോ? അത് പറയുമ്പോൾ ഓക്കെ. വാസ്കോഡി ഗാമ വന്നിട്ട് എവിടെ വന്നത്? കേരളത്തിൽ വന്നിട്ട് വാസ്കോഡി ഗാമ വാസ്കോഡി ഗാമ ഡിസ്കവേർഡ് അത് പഠിച്ചിട്ടില്ലേ? ചോക്കറ കേൾക്കുന്നില്ല ഇനി? ഒരാൾ പറയും കോഴിക്കോട് വാസ്കോഡി ഗാമ വന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണോ കോഴിക്കോട് ഉണ്ടായത്? ആണോ? വാസ്കോഡി ഗാമയ്ക്ക് എന്താ ബന്ധമാണ്? ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് എനർജിയിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണോ എനർജി ഉണ്ടായത്? അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് അയാൾ ചിന്തിക്കുന്നില്ല. ആൾക്കാർ അതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് എത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് പേര് വേണം. അതാണ് കാര്യം, വേണമെന്നല്ല. ഇവരെല്ലാം സ്വന്തമായിട്ട്, അതാണ് പറയുന്നത്, ഇവരെല്ലാം എത്തിസ്റ്റാണ്. മഹാകള്ളന്മാരാണ്. അവർക്കെല്ലാം ശരി ഇതിൻ്റെ ശക്തി വേറെ എന്നുള്ളത്. പക്ഷേ ആ ശക്തി അവരൊരിക്കലും പറയില്ല. എനർജി കട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ? എനർജി ഉണ്ടാക്കാൻ പറ്റില്ല, എനർജി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് ഭഗവത്ഗീതയിൽ വായിക്കുക ഫസ്റ്റ് ചാപ്റ്ററിലായുണ്ട് എന്താണ് എനർജി. അത് ക്രിയേറ്റർ പേര് എഴുതുന്നുണ്ട്. ക്രിയേറ്ററിൻ്റെ പറയുന്നത് ഞാനാണെന്ന്. കറക്റ്റ് അങ്ങനെയാണ്. അപ്പോൾ പൊതുവെ ഇപ്പോൾ നമ്മളതിൽ ഈ ഗീത ഇല്ലാത്തതുകൊണ്ട് അതിവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നാൽ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഒരു എത്തിസ്റ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എങ്ങനെ കൃഷ്ണന് മഹാഭാരത യുദ്ധത്തിൽ കൂടെ നമ്മുടെ ദുര്യോധനൻ വളരെ ഈസി ആയിട്ട് എല്ലാ ആൾക്കാരും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തു. അവർ എല്ലാവരും കൊല്ലാനൊന്നും നിൽക്കുകയായിരുന്നു, അല്ലേ? മഹാഭാരത യുദ്ധത്തിനപ്പോൾ എന്തായി? ഒരുപാട് ഡെമൻസ് എല്ലാം ഇത് എന്തായാലും ഉണ്ടാവുന്നതിന് കാരണം ഭൂമിദേവിയുടെ സങ്കടം പറഞ്ഞിട്ടല്ലേ അസുരന്മാരെ കൊണ്ടിവിടെ ജീവിക്കാൻ പറ്റുന്നതാണ്. അവരെപ്പടി ഒന്നിച്ചു കൊണ്ടുവന്ന് അവസാനിക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അപ്പോൾ അത് ആരാ സഹായിച്ചത്? ഭഗവാന് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദുര്യോധന ഗ്രൂപ്പ് എല്ലാം കൂടി അതിനുള്ള ചാൻസ് ഉണ്ടാക്കി കറക്റ്റായിട്ട് വന്ന് വളരെ ഈസിയായിട്ട് ഒന്നിച്ച് പോയി. അതുപോലെ തന്നെ ഇവിടെ ധാരാളം എന്തുണ്ട്, ഏത്തിസ്റ്റ് ഗ്രൂപ്പുണ്ട് ധാരാളം. അപ്പോൾ ഇനിയും എന്ത് വേണം? ഭഗവാന് ഈ സൃഷ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഭൗതിക സൃഷ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ജയിലിലാരാ വരേണ്ടത്? അപ്പോൾ ഈ ജയിലിലേക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സൈസ് ആൾക്കാർ എപ്പോഴും എന്തുണ്ടാവും? ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പുറത്തുണ്ടാവും, ജയിലിലുണ്ടാവും, ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരും നല്ല പുറത്തുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? സാധാരണ ജയിലിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ജയിലുകൾ, ഇവിടുത്തെ ജയിലിൽ നമ്മൾ നോക്കിയാൽ ക്രിമിനൽസ് മാത്രം. എല്ലാവരും ജയിലിലാണോ? അല്ല. അതുപോലെ തന്നെ ഈ കാണുന്ന ഭൗതിക ലോകത്തിലുള്ള ജയില് കൂടാതെ പുറത്ത് ധാരാളം ആൾക്കാരുണ്ട് വൈകുണ്ഠങ്ങളിൽ. മനസ്സിലായില്ലേ? കൃഷ്ണ ലോകങ്ങളിൽ, ധാരാളം ലോകങ്ങളിൽ, വൈകുണ്ഠങ്ങളിലൊക്കെ ഇവിടെ കാണുന്ന ഒന്നുമില്ല. ഇവർ എൻ്റെ ഒരു അംശം മാത്രമാണ് ഈ കാണിച്ചെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. തേജോംശ സംഭവം ഈ കാണിക്കുന്ന മുഴുവൻ എല്ലാം ഈ വീഡിയോ ഇതിൽ കാണിച്ചില്ലേ? നമ്മുടെ ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണിച്ചപ്പോൾ എല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്താ പറയുന്നത്? ഇതൊക്കെ എന്താണ്? ഒരു അംശം മാത്രമുള്ളതാണ്. ഇപ്പം ബാക്കിയുള്ളതൊക്കെ എവിടെ കിടക്കുന്നത്? ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ട്, എവിടെ? വൈകുണ്ഠങ്ങളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഇപ്പം നമ്മൾക്കാണ് ഇന്ത്യ മാത്രമല്ല, ധാരാളം. ഇപ്പോൾ അല്ലെങ്കിൽ ഭൂലോകം മാത്രമല്ല, ഇനിയുണ്ട് 14 പ്ലാനറ്ററി സിസ്റ്റം തന്നെയുണ്ട്, ഇല്ലേ? ഇതിൽ സത്യലോകം മുതൽ വരുന്നില്ലേ? തപോലോകം, ജനലോകം, സത്യലോകം, ഭൂലോകം, ഭൂലോകം, സുർലോകം, അങ്ങനെ ഒരുപാട് ലോകങ്ങൾ. താഴോട്ടും അങ്ങനെ തന്നെ. സുജലതലം, വിതലം, തലാതലം, മഹാതലം, പാതാളം, വളരെയധികം ലോകങ്ങളുണ്ട്. ഇത് മാത്രം നമ്മുടെ ഭാഗത്ത് ഈ 4 കാലിയുള്ള ബ്രഹ്മാവിൻ്റെ ഈ ഭാഗത്ത് മാത്രം
1,00,000 തലയുള്ള പെരുമാക്കന്മാരുണ്ട് ഇല്ലേ? അപ്പം എന്തുമാത്രം ഈ സ്ഥലങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പം എന്തായിരിക്കും ഭഗവാന്റെ ഒറിജിനൽ അവിടുത്തെ സ്ഥിരം ആലോചിച്ചുള്ളൂ വായുബന്ധങ്ങൾ. ഇത്രയും ഭാഗത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര ലൈറ്റ് ഇയേഴ്സ് ദൂരത്തും പിന്നെയും കെടുക്കുകയാണ് അതൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? അപ്പം എന്നിട്ട് ഭഗവാൻ പറയും ഇതൊരു അംശം മാത്രമാണ് അല്ലേ, മെയിനുള്ളത് അവിടെയാണെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കൂടി ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്താണ് ഭഗവാന്റെ പൊസിഷൻ എന്നുള്ളത് അല്ലേ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ ഭഗവാൻ തന്നെ അറിയുന്നില്ല, അത്രയും അളവറ്റതാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തസ്മാത് പ്രണമ്യ പ്രണിതാകായം. അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഞാൻ പ്രണമിക്കുന്നു. എങ്ങനെ പ്രണമിക്കുന്നു? രണ്ടവർ നമസ്കാരം ചെയ്യുന്നു അല്ലേ, താഴെ വീണ് അങ്ങനെ എല്ലാ ഭാഗത്തും നമസ്കരിക്കുന്നു ഭഗവാനെ. കാരണം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, അറിയാം പക്ഷെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഭഗവാന്റെ എന്താണ് ഇത്രയും വലിയ കാര്യം? പക്ഷെ ഇത് നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് പല ആൾക്കാരും പറയുന്നത് എന്തിനു വേണ്ടി? അർജുന അറിയാനല്ല, കാരണം അർജുന എന്നും ഭഗവാന്റെ കൂടെ എല്ലാം ആളാണ്. പക്ഷേ ഈ പരമാത്മാവല്ലാത്തതുകൊണ്ട് മറ്റു ബോഡി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കും, അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ജീവാത്മാവ് വേറെ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, അതൊക്കെ എപ്പോഴും അറിയും. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം കഴിക്കുന്നറിയില്ല, പിന്നെ കഴിഞ്ഞായിരുന്നു അങ്ങനെ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാൻ എല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ എറ്റേണലായിട്ട് എന്നും നിത്യമായിട്ട് അർജുനൻ കൃഷ്ണൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ പോലും ഇവിടെ അർജുനൻ അറിയുന്നില്ല. അത് ശരിക്കും പറ്റി അതിൻ്റെ കാര്യം. വളരെ കാര്യമായിട്ട് പറയുന്നത് കൃഷ്ണനെ പോലെ എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാമല്ലോ. അർജുനോട് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്, കാരണം ആ സമയത്ത് ഫ്രണ്ട്സാണല്ലേ, സഖേതി അങ്ങനെ ആ സമയത്ത് കൃഷ്ണൻ പറയുന്നു, ഞാൻ ഈ കാര്യമൊക്കെ ആദ്യം വിവസ്ഥാനം പറഞ്ഞു കൊടുത്തു, സൂര്യനാണ് പറഞ്ഞു കൊടുത്തു. അർജുൻ അതെങ്ങനെ പറഞ്ഞു കൊടുത്തു? കാരണം നീ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? നമ്മളെല്ലാം ഒരേ സമയത്ത് ആൾക്കാരില്ലേ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഉള്ള സമയം നീ എങ്ങനെയാണ് നീ നമ്മൾ പറഞ്ഞു കൊടുത്ത് വ്യവസായം പറഞ്ഞു കൊടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആ സമയത്ത് സഖ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് സഖ അല്ല എന്നുള്ളത് മനസ്സിലായത്. എപ്പോഴും വിശ്വരൂപം കണ്ടപ്പോൾ മനസ്സിലായാൽ സഖ അല്ല എന്നത്. പക്ഷെ ഇനി വരുമ്പോൾ ഇനിയും സഖാണെന്ന് വിചാരിക്കും. സഖയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലീലകൾ നടക്കുള്ളൂ. ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യശോദാമ്മയ്ക്കും ഫ്രണ്ട്ലി യശോദാമ്മയ്ക്കും മനസ്സിലാവുന്ന ചില സമയത്ത് ഇത് എൻ്റെ മോനല്ലാന്ന് തോന്നുന്നില്ലേ. വായയിൽ വിശ്വരൂപം കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവസാനിച്ചു അത്. കാരണം അത് ആ മായ രണ്ട് തരത്തിലുള്ള മായുണ്ട്. ഒന്ന് ത്രോയിങ് എനർജി എന്ന് പറയും. ആ എനർജി അത് നമ്മളെ വിട്ടുകൊണ്ടുപോകുന്നു ഭഗവാന്റെ അടുത്ത്. മനസ്സിലായി? ഇത് ഈ എനർജി ഭഗവാന്റെ അടുത്ത് വരുന്ന എനർജിയാണ്. അപ്പോൾ ആ എനർജി ഭഗവാനോടുള്ള ക്ലോസ് ആയിട്ട് നീക്കുമ്പോൾ ആ എനർജി രണ്ട് മായ തന്നെ. പക്ഷേ ആ മായയ്ക്കും വ്യത്യാസമുണ്ട്. മായ മീൻസ് ഭഗവാന്റെ എനർജീസാണ് രണ്ടും. ഇത് സ്പിരിച്വൽ എനർജിയാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും. മറ്റേ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പല്ല, ത്രോയിങ് എനർജി അല്ല. അതെന്താണ്? അതാർക്കാണ് കിട്ടുന്നത്? അസുരന്മാർക്ക് കിട്ടുന്നത്. അസുരന്മാരായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ അത്ര എനർജികളാണ്. ആ സമയത്ത് ഡിവോട്ടീസിനും പ്രവർത്തിക്കില്ല. ഡിവോട്ടീസിനും വളരെ തള്ളി നിൽക്കില്ല, അടുത്ത് ചേച്ചി കൊണ്ടാൻ ശ്രമിക്കില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ പൊസിഷൻ മനസ്സിലായപ്പോൾ ഇദ്ദേഹം ആ സമയത്ത് നമസ്കരിക്കാൻ തുടങ്ങി. തെറ്റ് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ സഹായം വിളിച്ചു, നമ്മൾ ഒന്നിച്ച് കളിച്ചു. ആ സമയത്തൊക്കെ പലതും പറഞ്ഞു പോയി. ഇവിടെ ആ സമയത്ത് തോന്നിയിരുന്നില്ല, പിന്നെ മുന്നത്തെ സമയത്ത് തോന്നിയില്ല. നീ അങ്ങനെ വിവസ്ഥാനം പറഞ്ഞു കൊടുത്തു ചോദിക്കും ആ സമയത്ത്. അതിൽ പറയുന്നത് ബഹുനിരവധിത്താനെ ജന്മാനി തവ അർജുന താനേവും വേദ സർവാണി നാട്ടവും വേത്ത പറയുന്നോ പറയുന്നത്. വളരെ ബഹുനിയമവേദി താനേ ജന്മാനി, വളരെയധികം ജന്മങ്ങൾ നീ വന്നിട്ടുണ്ട്, ഞാനും അതുപോലെ വന്നിട്ടുണ്ട്. പക്ഷെ താനേവും വേദ സർവാണി അതെല്ലാം എനിക്കറിയാം. പക്ഷെ നാത്തും വേത്ത പരന്തവ നിനക്കറിയില്ല. പരന്തവ അതുകൊണ്ട് നിനക്കതറിയില്ല, എനിക്കറിയാം. എന്താ എനിക്കറിയാം? കാരണം ഭഗവാൻ ശരീരം മാറ്റുന്നില്ല.
സെയിം ശരീരത്തിലാണ് ഭഗവാൻ വരുന്നത്, ആത്മീയ ശരീരത്തിലാണ് വരുന്നത്. ഇവിടെ വന്നത് അർജുന വന്നപ്പോൾ ആത്മീയ ശരീരത്തിലില്ല, ആത്മീയ ശരീരത്തിനെ കവർ ചെയ്തു. ഇപ്പം നമ്മൾ വന്നു നമ്മുടെ ആത്മീയമായിട്ടുള്ള തന്നെ നമ്മൾ കവർ ചെയ്തു. എന്ത് വെച്ചിട്ട് ഈ ശരീരം വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്നും അറിയുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു വെള്ള ടോർച്ച് ചുവപ്പ് ഒരു പേപ്പറിട്ട് കെട്ടിയിട്ട് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്താ പോകുന്നത്? ഒറിജിനൽ എന്താ? ഒറിജിനൽ വെള്ളയാണ്. പക്ഷേ ശരീരം വന്നപ്പോൾ എന്തായി? കവർ വന്നപ്പോൾ എന്തായി? നമ്മൾ ആ കവറുകളെ കാണുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യർ ശരിയായതുകൊണ്ട് നമ്മൾ മനുഷ്യരെ കൂടെ കാണുന്നു. ഇതെല്ലാം പോയിട്ട് നമ്മൾ പശു ആയി കഴിഞ്ഞാൽ നമ്മൾ പശുവിൻ്റെ നമ്മൾ പശുവിൻ്റെ ബോഡി കൂടെ പുറത്തേക്ക് നോക്കുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ ഭഗവാന്റെ ബോഡി ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. ഭഗവാന്റെ ബോഡി മാറ്റുന്നില്ല. ഭഗവാന്റെ രൂപങ്ങളൊക്കെ മാറി വരും പലതരത്തിലായിട്ട്, പക്ഷേ ശരീരം ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് ഭഗവാനെല്ലാം അറിയുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ ചോദിക്കുന്നതാണ്, ചോദിക്കാതിരിക്കുന്നില്ല. അപ്പോൾ എല്ലാം കേട്ടു. അതുപോലെ ആക്ടിവിറ്റീസ് എടുക്കുന്നില്ല, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്. എങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഒരു സമയത്തുണ്ടായാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പിന്നീട് അടുത്ത് മനസ്സിലായി ഇത് കണ്ടപ്പോഴേ പിന്നെയും വിടുക തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ വീണ്ടും അവരുടെ ലീലകൾക്ക് വരുമ്പോൾ വീണ്ടും വിടും. ഇത് ഭഗവാനെ ധരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ യശോദാമ്മ കരയോ? ഇപ്പോൾ ഭഗവാൻ ഇപ്പോൾ കാളിയമർദ്ദനത്തിൻ്റെ സമയത്ത് കിടന്ന് തല ചുറ്റി വീഴുന്നു. ഇപ്പോൾ കരയോ? എല്ലാം ശരി, എല്ലാം ഇപ്പോൾ ഭഗവാനാണ് എല്ലാം. ഈ കാളിയനായാലും ശരി, അല്ലെങ്കിൽ ആ കാളിൻ്റെ ആയാലും ശരി, ഈ ഭൂമി ആയാലും നോർമൽ മുഴുവൻ ഈ കൃഷ്ണൻ്റെ വയറിലാണ് ഇരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യശോദാമ്മ കരയോ? പിന്നെ അവിടെ ഇല്ല, അത് ഉടൻ തന്നെ എടുത്തു കളയും. എന്നാലേ അവിടെ ആ ലീല നടക്കണമെന്നതാണ് അതിന്. ഭഗവാൻ എന്തൊക്കെ കഴിയണമെന്ന് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് വളരെ അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് ബോഡി വിടുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പട്ടിയുടെ ദേഹത്തിലായാലും അതിലേക്കും വരുന്ന കൃഷ്ണൻ അല്ലേ, പിഗായാലും ശരി അതിലേയും കൃഷ്ണൻ വന്നിരിക്കുന്നു, ഒപ്പം വന്നിരിക്കുന്നു. എന്നിട്ട് നമുക്ക് അവിടെയും വേണ്ട ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട് അവരുടെ ഭാഷയിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർ ആരാണ് സംസാരിക്കുന്നത്? നമുക്കിപ്പോൾ യുണൈറ്റഡ് നേഷനിൽ ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ടു അല്ലെ ഹിന്ദി പറയാൻ ഹിന്ദി ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ചൈനീസ് അല്ലേ, അല്ലെങ്കിൽ കൊടുക്കും 3-4 ഭാഷകൾ. ഇതിച്ച ലോകത്തിലെ എല്ലാ ഭാഷകളും, അതുമാത്രം എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാവരുടെയും ഭാഷ അറിയണ്ടേ? അവർ വേണമെന്ന് അറിയണ്ടേ ഭഗവാൻ? കൃഷ്ണ പൊസിഷൻ നമുക്ക് നോക്കുമ്പോഴേ അറിയുള്ളൂ കൃഷ്ണൻ എത്രമാത്രം പറഞ്ഞ പോലെ. അതായത് കൃഷ്ണന്റെ കാര്യം കൃഷ്ണൻ മാത്രമേ അറിയുള്ളൂ. ഞാനെന്തായാലും കിം ഭൂത്യാനമേ പ്രോ മനസ്സോ ഓഷോ വാച്ചോ വൈഭവം താഗോചര ബ്രഹ്മാവ് പറയുന്നു. ഈ ആൾക്കാരെ ഒരു ഏറെക്കുറെ ബ്രഹ്മ സൃഷ്ടിക്കുന്നു, ശിവൻ സംഹാരത്തിൻ്റെ വരുന്നു, വിഷ്ണു പരിപാലിക്കാനുള്ളത്. ആ ബ്രഹ്മാവ് പറയുന്നു, കൃഷ്ണൻ അറിയുന്നു പറയുന്ന ആൾക്കാരെ അറിഞ്ഞോട്ടെ. പക്ഷെ എനിക്കൊന്നും അറിയുന്നില്ല ഇല്ലേ. ഭഗവാൻ വന്ന് നേരിട്ട് സെക്കൻഡ് ഒത്തിരി സംസാരിക്കുന്നു. അതിൽ പറയുന്നത് ആ ചന്ദ്രസ്മയിലെ സെക്കൻഡ് ഒത്തിരി സംസാരിക്കുന്നു മോഹിനി. അത്രയും ക്ലോസ് ആയിട്ടുള്ള വന്നിട്ടുള്ള ആളാണ്. ബ്രഹ്മസംഹിത മുഴുവൻ അറിയുന്നത് നമ്മുടെ ബ്രഹ്മാവ് പറയുന്നത്. എന്നിട്ട് പോലും ആൾ പറയുന്നു അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കറിയുന്നില്ല. ജാനന്ദ കിം ബഹുത്യാനമേ പ്രോ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സോ വപുഷോ വാച്ചോ വൈഭവം. എൻ്റെ മനസ്സുകൊണ്ടോ എൻ്റെ വപുഷു കൊണ്ടോ എൻ്റെ വാക്കുകളുണ്ടോ വൈഭവം ഞാൻ ഗോചര എന്നാണ് ഭഗവാന്റെ വൈഭവം. ഞാൻ ഗോചര സാധിക്കില്ല, അറിയാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഭഗവാൻ. മനസ്സിലായി? ആ ഭഗവാനെയാണ് ആൾക്കാരുടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. മനസ്സിലായി? അതായത് വെറും ഒരു ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ഭഗവാന്റെ രൂപം നോക്കുമ്പോൾ ഈ ജീവാത്മാവിൻ്റെ പൊസിഷൻ എന്താ? വളരെ 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 മൈന്യൂട്ട് പൊസിഷൻ കൂടി ഇല്ലേ. ആ മൈന്യൂട്ട് ഇടുന്നതാണ് ഇത്രയും വലിയ പക്ഷെ അത് ഭഗവാന് പ്രയാസമില്ല. ഭഗവാന് പ്രയാസമില്ല. അതുകൊണ്ടല്ലേ അവർക്കും ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള റിപ്പൾസായിട്ട് നമ്മൾ വന്നിട്ടും നമുക്ക് വീണ്ടും ചാൻസ് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളിവിടെ വന്നത് നമ്മൾ ക്രിമിനൽ ബുദ്ധികാരനാണ്, പക്ഷെ നമുക്ക് ചാൻസ് തരുന്നു. അപ്പോൾ ഭഗവാൻ ഒരിക്കലും എന്തില്ല, നമ്മൾ ദേഷ്യോസ്തി പ്രിയ. എനിക്ക് ആരും ദേഷ്യമില്ലെന്ന് ഭഗവാൻ പറയുന്നു. നമുക്ക് തോന്നും കംസനോട് ഭയങ്കര ദേഷ്യം ഇല്ലേ, ശിശുപാലനോട് ഭയങ്കര ദേഷ്യം തോന്നും. ഒരു ദേഷ്യമില്ല. കാരണം എന്താ, എല്ലാം ഭഗവാന്റെ മക്കളായതുകൊണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ചോദിക്കാം, ഒരു 2 മിനിറ്റ് തരാം.
പറഞ്ഞിട്ടുണ്ട്. പറയൂ.